സംസ്ഥാനത്ത് ഇന്നൊരു സാമൂഹ്യ വിപത്തായി മാറിയിരിക്കുന്ന തെരുവുനായ ആക്രമണം അത് തടയാൻ സംസ്ഥാന ഗവൺമെന്റ് നിയമനിർമ്മാണം കൊണ്ടുവരണമെന്ന് ഈ അവസരത്തിൽ ആവശ്യപ്പെടുകയാണ്. എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഒരു പ്രത്യേക നിയമസഭാ സമ്മേളനം തന്നെ വിളിച്ചു ചേർത്ത് ഈ വിഷയത്തെ ഗൗരവപൂർവ്വം ഗവൺമെന്റ് കൈകാര്യം ചെയ്യണം. കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാട് എന്തുമാകട്ടെ, പക്ഷെ സംസ്ഥാനത്തെ സാധാരണക്കാരായ ആളുകളെ, വിദ്യാർത്ഥികളെയും മുതിർന്നവരെയും അടക്കം തെരുവ് നായ്ക്കൾ നിരന്തരം ആക്രമിച്ച് അല്ലെങ്കിൽ ആളുകൾ വിഷബാധയേറ്റ് ഏറ്റവും ദാരുണമായ രീതിയിൽ മരിക്കുന്ന സാഹചര്യം അത് നമ്മുടെ സംസ്ഥാനത്തിന് ഉണ്ടാവാൻ പാടില്ല. അത് തടയുന്നതിന് വേണ്ടി ഈ സംസ്ഥാന ഗവൺമെന്റ് ജാഗ്രത പുലർത്തണമെന്ന് ഈ അവസരത്തിൽ ആവശ്യപ്പെടുകയാണ്. നമുക്കറിയാം, കേന്ദ്ര ഗവൺമെന്റ് ആണെങ്കിലും തീരുമാനം എടുക്കുമ്പോൾ അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റ് തീരുമാനം മൃഗസ്നേഹികൾ എന്ന് പറഞ്ഞ് ചില ആളുകൾ രംഗത്ത് വരിക. ആ മൃഗസ്നേഹികൾ ആരാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഇവിടുത്തെ അല്ലെങ്കിൽ മരുന്ന് കമ്പനികളുടെ ഏജന്റുമാരാണ് മൃഗസ്നേഹികൾ എന്ന് പറഞ്ഞുകൊണ്ട് നായ്ക്കളെ പിടിച്ച് ഷെൽട്ടറിൽ പോലും ഇടാൻ പാടില്ല എന്ന് പറഞ്ഞ് രംഗത്ത് വരുന്നത്. തീർച്ചയായിട്ടും ഈ അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. ഞാൻ യൂത്ത് ഫണ്ട് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഈ കോട്ടയത്ത് തെരുവ് നായ്ക്കളെ അലഞ്ഞു തിരിഞ്ഞ് തെരുവ് നായ്ക്കളെ ഞങ്ങൾ പിടിച്ച് അതിനെ അല്ലെങ്കിൽ അതിനെ ഉന്മൂലനം ചെയ്ത് ഞങ്ങൾ ഹെഡ് പോസ്റ്റ് ഓഫീസ് മുമ്പിൽ ധർണ നടത്തി, സമരം നടത്തി, അതൊക്കെ നടത്തിയതാണ്. ഇത് ജനങ്ങളുടെ അല്ലെങ്കിൽ ഗവൺമെന്റ് ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ സമരം നടത്തിയത്. ഏതായാലും അതിന് ശേഷവും നിരവധിയായ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഞാനൊരു നായ വിരോധിയല്ല. എന്റെ വീട്ടിൽ നായ്ക്കുട്ടിയുണ്ട്. നായ്ക്കുട്ടിയെ എന്റെ കൂട്ടിലിട്ട് വളർത്തി ഭംഗിയായിട്ട് ഭക്ഷണം കൊടുത്ത് വളർത്തി, അങ്ങനെ എല്ലാവരും വളർത്തട്ടെ. പക്ഷെ നായ്ക്കളെ റോഡിലേക്ക് അഴിച്ചു കൊടുക്കുമ്പോഴാണല്ലോ ഇത് മനുഷ്യരെ ആക്രമിക്കുന്നു, വാഹനത്തിന് മുമ്പിൽ ചാടുന്നു, അത് വാഹനം മറിഞ്ഞ് അപകടം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ പേ പിടിച്ച് ആളുകൾ മരിക്കുന്നു. ഇത് തടയണമെങ്കിൽ തീർച്ചയായിട്ടും ഒന്നെങ്കിൽ ഗവൺമെന്റ് ഷെൽട്ടർ ഉണ്ടാക്കി ഇതിനെ മാറ്റി പാർപ്പിക്കണം. ഇപ്പൊ ഗവൺമെന്റ് ഷെൽട്ടർ ഉണ്ടാക്കാൻ പാടില്ല, അങ്ങനെ മാറ്റി പാർപ്പിക്കുന്നതാണ് പുതിയ മൃഗസ്നേഹികളുടെ ആവശ്യം. കോടതി അത് അംഗീകരിച്ചിരിക്കുക. ആ നിലയിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നായസ്നേഹികൾ എന്ന് പറയുന്ന ആളുകളുടെ വീട്ടിൽ ആ നായ്ക്കളെ പാർപ്പിക്കാനുള്ള ഷെൽട്ടറുകൾ ഗവൺമെന്റ് ചിലപ്പോൾ ഉണ്ടാക്കി കൊടുത്ത് അവരെ കൊണ്ട് നായ്കളെ സംരക്ഷിക്കണം. നായ അവർ നോക്കട്ടെ, നമുക്കെന്താ വിരോധിക്കുന്നത്? ഞാൻ പറഞ്ഞു, ഞാൻ ഒരു ജീവിയെ കൊല്ലണമെന്ന് ആഗ്രഹിക്കുന്ന ആളല്ല. പക്ഷെ നമ്മുടെ അക്രമകാരികളായ മനുഷ്യന്റെ ജീവന് അപകടം ഉണ്ടാക്കുന്ന ഏത് മൃഗമാണെങ്കിലും അത് റോഡിലേക്ക് ഇറങ്ങിയാൽ അതിനെ നശിപ്പിക്കുവാൻ, അതിനെ കൊല ചെയ്യാനുള്ള അധികാരം, വിവേചനാധികാരം സംസ്ഥാന ഗവൺമെന്റിനുണ്ട്. ആ വിവേചനാധികാരം ഗവൺമെന്റ് ഉപയോഗിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തലയിലേക്ക് ഇത് കെട്ടിവെച്ചതുകൊണ്ട് ഒരു കാര്യവുമില്ല. ഇപ്പൊ എന്താ നടക്കുന്നത്? ABC പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ട്, പ്രോഗ്രാം എന്ന് പറഞ്ഞുകൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ അഴിവ് നടക്കുന്നുണ്ട്. വന്ധ്യംകരണം എന്ന് പറഞ്ഞുകൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ പണം ചെലവഴിക്കുന്നത്. ഇതൊക്കെ കൃത്യമായി നടക്കുന്നില്ല. ഒന്നോ രണ്ടോ പട്ടിയെ വന്ധ്യീകരിച്ച് റോഡിലേക്ക് ഇറക്കി വിട്ടാൽ ഇത് ആരാണ് എണ്ണുന്നത്? ഒരു 2 പട്ടിയെ വന്ധ്യീകരിച്ച് ഇറക്കി വിട്ടാൽ 100 പട്ടിയുടെ കണക്കാണ്. അല്ലെങ്കിൽ 2 പട്ടിയെ ഈ പറഞ്ഞ പോലെ ABC നടപ്പിലാക്കിയാൽ അതിന്റെ കണക്ക് വരുമ്പോൾ 100, 150, 200 പട്ടികളെ നടത്തിയെന്നാ പറയുന്നത്. ഇതാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത്. മാത്രവുമല്ല, നമുക്കറിയാം, വന്ധ്യീകരിച്ച ശേഷം വീണ്ടും പട്ടികളെ റോഡിലേക്ക് ഇറക്കി വിട്ടാൽ ആ പട്ടി ആളുകളെ കടിക്കും. 2, അതിലുപരി ഇത് വാഹനങ്ങളുടെ മുമ്പിലേക്ക് ചാടുന്നു, അപകടത്തിൽപ്പെട്ട ആളുകൾ മരിക്കുന്നു. ഇത് നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി സമരങ്ങൾക്ക് കഴിഞ്ഞ കാലങ്ങളിൽ നേതൃത്വം കൊടുത്തുകൊണ്ട് പറയുകയാണ്, സമരം നടത്തിയപ്പോൾ ഇനി ഗവൺമെന്റ് ക്രിയാത്മകമായി ഈ വിഷയത്തെക്കുറിച്ച് ഇടപെടണം. ഇവിടെ ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഇതായി മാറണം. സംസ്ഥാന ഗവൺമെന്റ് എത്രയോ കോടിക്കണക്കിന് രൂപ ഇവിടെ ദുരുപയോഗം ചെയ്യുന്നു. ഇവിടെ നമുക്കറിയാം, ഇവിടെ രാഷ്ട്രീയ കൊലപാതകം നടത്തിയ ആളുകളെ അവരെ ജയിലിൽ നിന്ന് മോചിപ്പിക്കാൻ കോടിക്കണക്കിന് രൂപ മുടക്കുന്നുണ്ടല്ലോ. എത്രയോ അനാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപ മുടക്കുന്നു. അപ്പൊ ഈ ഒരു വിഷയത്തിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് അല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ എത്ര കോടി മുടക്കിയാലും അല്ലെങ്കിൽ പണം മുടക്കേണ്ടി വന്നാൽ പണം മുടക്കിക്കൊണ്ട് നല്ല ശക്തമായ വാദഗതികൾ ഉന്നയിച്ചുകൊണ്ട് ഈ തെരുവ് നായെ നിയന്ത്രിക്കുവാനുള്ള അല്ലെങ്കിൽ ഉള്ള ഒരു നിയമം കൊണ്ടുവരാൻ അത് സംസ്ഥാന ഗവൺമെന്റ് കെൽപ്പ് കാണിക്കണം. അതല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ മൃഗസ്നേഹികളെ എല്ലാം വിളിച്ചു ചേർക്കുക, തെരുവ് നായ്ക്കളെ ഇഷ്ടപ്പെടുന്നവരെ വിളിച്ചു ചേർത്തിട്ട് അവരോട് പറയുക, നിങ്ങൾ പറയുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് ഷെൽട്ടർ ഉണ്ടാക്കി തരാം, പക്ഷെ ഇതിന്റെ സംരക്ഷണ ചുമതല നിങ്ങൾ ഏൽക്കണം, അവരെ ഏൽപ്പിക്കണം. ഇത് ത്രിതല പഞ്ചായത്ത് മെമ്പർമാര് പാവപ്പെട്ട മനുഷ്യന് വീട് വെച്ച് കൊടുക്കാൻ അല്ലെങ്കിൽ കക്കൂസ് നിർമ്മിച്ചു കൊടുക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്ക് ചെയ്യാറുണ്ട്. സാധാരണക്കാരുടെ വിഷയങ്ങൾ ഏറ്റെടുക്കാറുണ്ട്. അല്ലെങ്കിൽ അരി അല്ലെങ്കിൽ നിത്യോപയോഗ സാധനങ്ങൾ ഇല്ലാതെ അല്ലെങ്കിൽ നിർധനരായ ആളുകൾ, രോഗികൾ, അവരെയൊക്കെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ത്രിതല പഞ്ചായത്തുകൾക്കുണ്ട്. പട്ടിയെ സംരക്ഷിക്കുകയല്ല ത്രിതല പഞ്ചായത്തുകളുടെ ഉത്തരവാദിത്വം. പട്ടിയെ സംരക്ഷിക്കണമെങ്കിൽ പട്ടിയെ സ്നേഹമുള്ള ആളുകൾ, ആ പട്ടി സ്നേഹികൾ തന്നെ അതിനെ സംരക്ഷിക്കാനുള്ള ഒരു തരത്തിലേക്ക് പുതിയൊരു നിയമനിർമ്മാണം കൊണ്ടുവന്ന് ഈ വിഷയത്തിന് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെന്ന്
ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി ആവശ്യപ്പെടുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു കോട്ടയത്ത് പത്രങ്ങൾ, കോട്ടയം മുനിസിപ്പൽ മുൻ ചെയർമാൻ ഉൾപ്പെടെയുള്ള ആളുകളെ തെരുവുനായകൾ, മുൻ ചെയർമാൻ എന്നുള്ളതല്ല, ഏത് മനുഷ്യരെ കടിച്ചാലും അത് വളരെ ഭീകരമാണ്, അതിഭീകരമാണ്. നടപടി വേണം. അതോടൊപ്പം തന്നെ വീട്ടിൽ വളർത്തിയ നായകളെ കുറെ കഴിയുമ്പോൾ റോഡിലേക്ക് അഴിച്ചുവിടുന്നു. ആ അഴിച്ചുവിട് അല്ലെങ്കിൽ പുറത്താക്കുന്ന ആളുകളെ കണ്ടുപിടിച്ച് അവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുവാൻ സംസ്ഥാന ഗവൺമെന്റ് തയ്യാറാവണം. അത് ശ്രദ്ധിക്കുകയാണ്. ഞാൻ സൂചിപ്പിച്ച പോലെ ഏറ്റവും നല്ല ഗവൺമെന്റിനെ അഭിനന്ദനം കിട്ടാവുന്ന കാര്യമാണ് മൃഗസ്നേഹികളെ വിളിച്ചു ചേർക്കുക, പട്ടിസ്നേഹികളെ വിളിച്ചു ചേർക്കുക, അവരോട് പറയുക അവരുടെ കോമ്പൗണ്ട് കാണിക്കട്ടെ, അവിടെ സർക്കാർ ചെലവിൽ അവിടെ പട്ടികൾക്ക് ഷെൽട്ടർ ഉണ്ടാക്കി കൊടുക്കുക, വേണമെങ്കിൽ അവർ സംരക്ഷിക്കാൻ തയ്യാറാണെങ്കിൽ പട്ടികൾക്കുള്ള ഭക്ഷണം കൂടി ഗവൺമെന്റ് കൊടുക്കട്ടെ, അവരുടെ ഉത്തരവാദിത്തത്തിൽ ആ പട്ടിയെ നോക്കട്ടെ. ആ പട്ടി ചത്താൽ അതിനെ കുഴിച്ചുകാല അതിന്റെ ശവടൊക്കെ നടത്തി ആഘോഷപൂർവ്വം അവർ ആ പട്ടികളുമായി ജീവിക്കട്ടെ. അപ്പൊ ഞാൻ തെരുവുനായയുടെ ആക്രമണം എടുത്തപ്പോൾ മനേകാ ഗാന്ധി എന്ന് മന്ത്രിയായിരിക്കുന്ന മനേകാ ഗാന്ധി കോട്ടയത്ത് എത്തിയ ദിവസം ഞങ്ങൾ പ്രതിഷേധ സൂചകമായി ഞങ്ങൾ അന്ന് കുറെ പട്ടികളെ ഞങ്ങൾ ഉന്മൂലനം ചെയ്തു. അതിനെതിരെ ഞങ്ങൾക്കെതിരെ കേസെടുത്തെങ്കിലും ഞങ്ങള് കോടതിയിൽ ഞങ്ങളുടെ നിരപരാധിത്വം തെളിയിച്ചുകൊണ്ട് ഞങ്ങള് ചെയ്ത ഒരു നല്ല കാര്യമാണ് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ട്, ഇത് മനുഷ്യനെ ഉപദ്രവിക്കാതിരിക്കാനാണ് ഞങ്ങൾ ചെയ്തതെന്നുള്ള കോടതിക്ക് ബോധ്യം വന്നുകൊണ്ട് ഞങ്ങളെ നിരുപാധികം ഞങ്ങൾ വെറുതെ വിടുകയാണ് ചെയ്തത്. അപ്പൊ ഞാൻ കേസ് 5 വർഷത്തോളം കേസ് നടന്നു. അതിനുശേഷം കോടതിക്ക് ബോധ്യപ്പെട്ടു ഞങ്ങള് അതിനകത്ത് ചെയ്ത കാര്യം ശരിയാണെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് തന്നെയാണ് ഞങ്ങളെ വെറുതെ വിട്ടതെന്നാണ് ഞാൻ കരുതുന്നത്. എനിക്കിപ്പോഴും ഇവിടെ യുവജന സംഘടനകളൊക്കെ വലിയ സമരമായിട്ട് നടക്കുന്നത്. അവരൊക്കെ സമരം നടത്തുമ്പോൾ ഇതിനെതിരെ പോരാടട്ടെ, ഈ തെരുവുനായ ആക്രമണത്തിനെതിരെ പോരാടട്ടെ, തെരുവുനായെ ആക്രമണം ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ഏതു തരത്തിലുള്ള പോരാട്ടവും നടത്തണമെന്നാണ് ഞാൻ പറയുന്നത്. ഇവിടെ ഗവൺമെന്റിന് ചില നിയമങ്ങളുണ്ട്. കരി നിയമങ്ങളെ ഒക്കെ അവഗണിക്കാതെ ഈ തെരുവുനായെ നിയന്ത്രിക്കാൻ പൊതുസമൂഹവും പ്രത്യേകിച്ച് യുവജന സംഘടനകളും ഒന്ന് ഇറങ്ങിയാൽ ഇത് നിയന്ത്രിക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല എന്നുകൂടെ ഞങ്ങളുടെ പാർട്ടി ഒരു വലിയ ശക്തമായ സമര പരിപാടി ഏറ്റെടുക്കാൻ പോകുന്നു. പ്രചരണ പരിപാടിയുമായി മുന്നോട്ട് പോകും. ആളുകളെ വിളിച്ചു ചേർത്തുകൊണ്ട് സംഘടിപ്പിച്ചുകൊണ്ട് ഈ തെരുവുനായ ആക്രമണത്തിനെതിരെ പോരാട്ടം ഞങ്ങൾ തുടരും, ഞങ്ങൾ ശക്തമാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഈ തെരുവുനായ ആക്രമണം നിയന്ത്രിക്കാൻ ഗവൺമെന്റ് തയ്യാറാകുന്നില്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസ് പാർട്ടി ഇതുമായി ബന്ധപ്പെട്ട് ശക്തമായ കാമ്പയിനിങ്ങുമായി ഇറങ്ങുകയും ചെയ്യും. ഞങ്ങൾ ഇതിനെതിരെ പോരാട്ടം നടത്തും, ജനങ്ങളെ ബോധവൽക്കരിക്കും, ഇത് നിയന്ത്രിക്കും. ഇതുമായി ബന്ധപ്പെട്ട് വാട്സപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ച് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നമ്മൾ നടത്തുന്നുണ്ട്.